ഒരു ഗോൾഡ് ഫിഷിന് നിങ്ങളെക്കാട്ടിയും അറ്റൻഷനും ഫോക്കസും ഉണ്ട്. കറക്റ്റായിട്ടാണ് നിങ്ങൾ കേട്ടത്. ഒരു ഗോൾഡ് ഫിഷ്. അത് നിങ്ങളുടെ ഈഗോവിനെ തൊടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ഫോക്കസിനെയും അറ്റൻഷനെയും നശിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓണസ്റ്റായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര പ്രാവശ്യമാണ് നിങ്ങൾ യൂട്യൂബ് ജസ്റ്റ് ഒരു വീഡിയോ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് എടുത്തിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ 2 മണിയായി. നിങ്ങൾ ആർക്കും വേണ്ടാത്ത കോൺസ്പിറസി തിയറീസും ഏലിയൻസിനെയും കുറിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് റാൻഡം ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് നിങ്ങളുടെ ഡോപ്പമിൻ സിസ്റ്റം നിങ്ങൾക്കെതിരെ കളിക്കുന്നതാണ്. ഇതിലെ വിചിത്രമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ യൂട്യൂബ് ഷോർട്സും ഇൻസ്റ്റാഗ്രാം റീൽസും 24 മണിക്കൂർ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബിൽഡല്ല. നിങ്ങളുടെ ബ്രെയിൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് നമ്മൾ കാട്ടിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അപകടം പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ സർവൈവലിനെ സഹായിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിലോ ആ ഒരു സെയിം സിസ്റ്റത്തിന് നോട്ടിഫിക്കേഷനും റീൽസും മെസ്സേജസും ഒക്കെ ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എപ്പോഴൊക്കെ ഒരു കാര്യത്തിന്മേൽ ഫോക്കസ് ചെയ്തിരിക്കാൻ ശ്രമിക്കുന്നോ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് തന്നെ പറയും എന്തോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തോ കാര്യം വരാനുണ്ട് ഇനി. ജസ്റ്റ് ഒരു സ്ക്രോൾ അപ്പുറം ആൻഡ് നിങ്ങളത് അനുസരിക്കുകയും ചെയ്യും. അത് നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെ വയർ ചെയ്തേക്കുന്നത് കൊണ്ടാണ്. സോ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അത് നിങ്ങളുടെ ബ്രെയിൻ വയറിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ്. ആൻഡ് ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾക്കൊക്കെ ഇതറിയാം. അവർ നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിൽ മാക്സിമം നേരം നിങ്ങളെ ചെലവഴിപ്പിക്കാൻ നോക്കും. അതൊരു ആക്സിഡൻ്റ് അല്ല, അതൊരു ലാബ് എക്സ്പെരിമെൻ്റ് ആണ്. ലാബ് റാറ്റ് ആരാണ്? നിങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്കൊരു 10 സെക്കൻഡ് പോലും ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റുന്നതിൽ നിങ്ങൾ എങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും, സ്വപ്നം കാണും, ഓർ നിങ്ങൾ എങ്ങനെ ജീവിക്കും പ്രോപ്പറായിട്ട്? അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവർ തന്നെയാണ്. അത് കുറച്ച് പേർക്കേ അത് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ.